ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാരോസ് കാർണിവൽ. നമ്മുടെ സൂര്യനാണെങ്കിൽ സ്യോസിനെ കാണാനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. സ്യോസിന് ഇപ്പോൾ ഹോസ്പിറ്റലാണ്, കാരണം എൻബ്യോളിനെ അവിടെ അഡ്മിറ്റ് ചെയ്തേക്കാണല്ലോ. സൂര്യനാണെങ്കിൽ ഇവരോട് ചില കാര്യങ്ങളൊക്കെ പറയാണ്. എന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. ന്യൂസിലൊക്കെ യോൻഹയാണ് എൻബ്യോളിനെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെയാണ് പറയുന്നത്. സ്യോൻ ചോദിക്കുന്നു, അല്ല അതിനെന്താ, നിനക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമല്ലേ, പിങ്കാണ് എൻബ്യോളിനെ തട്ടിക്കൊണ്ടു പോയത്. അവളുടെ പുറകെ ഫോളോ ചെയ്തല്ലേ യോൻഹെ പോയത്. ആർക്കറിയാം സത്യം എന്താണെന്ന്. ഒരുപക്ഷെ യോൻഹെ എൻബ്യോളിനെ കൊല്ലാൻ വേണ്ടിയാണെങ്കിലോ അങ്ങോട്ടേക്ക് പോയത്. മിൻസിയോളിനെയും അവൾ തന്നെയായിരുന്നല്ലോ കൊന്നു കളഞ്ഞത്. നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? നിന്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പാവം യൂൻഹെ അവളുടെ ജീവന് വരെ പണയം വെച്ചത്. ഇപ്പോഴാണെങ്കിൽ അവളെ കാണാനുമില്ല, എന്നിട്ടും നിനക്കിതൊക്കെ പറയാനുള്ളൂ. യൂൻഹയാണ് ആ ഒരു പിങ്കിനെ എന്റെ വീട്ടിലേക്ക് അയച്ചത്. യൂൻഹെ ലോകനും ചേർന്ന് എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സൂര്യൻ പറയുന്നു, ലോകൻ ആ ഒരു പിങ്കിനെ നിനക്കെതിരായിട്ട് ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ടാണ് നിയമിച്ചത്, അല്ലാതെ എൻബ്യോളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഓ, അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നല്ലേ? നീയും ലോകനും യോൻഹയും ഒരു ടീമായിരുന്നല്ലേ? നിങ്ങൾ ചേർന്ന് എന്നെ തകർക്കാൻ ശ്രമിക്കായിരുന്നല്ലേ? പിന്നെ എന്തിനു വേണ്ടിയാണ് നിന്റെ ആ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി എന്റെ സഹായം നീ ചോദിച്ച്? എന്തായാലും ഇനി മുതൽ ഞാൻ നിന്നെ സഹായിക്കാൻ പോകുന്നില്ല. ഇപ്പൊ എനിക്ക് ആകെ ഒരു കുറ്റബോധമേ ഉള്ളൂ. ആ ഒരു ദുഷ്ടനായിട്ടുള്ള ലോകനെ എന്റെ ഒരു കൈകളോട്ട് എനിക്ക് കൊല്ലാൻ സാധിച്ചില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്യോജിൻ അവിടെ നിന്ന് പോവാണ്. ഈ ഒരു ടൈമില് നമ്മുടെ സൂര്യോന്റെ ഫോണിലേക്ക് ഒരു കോള് വരാണ്. വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, ഹോനായിരുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഇവളാകെ ഞെട്ടി നിൽക്കാണ്. അവള് വേഗം തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ്. ഹായ് ആണെങ്കിൽ എൻബ്യോളിനെ കാണാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ എത്തിയേക്കാണ് കേട്ടോ. സ്യോജിനാണെങ്കിൽ ഇവനോട് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, നീ എന്തിനു വേണ്ടിയാ ഇപ്പം വന്നേ? ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു നോക്കെങ്കിലും എൻബ്യോളിനെ കാണാൻ നീ വന്നിട്ടുണ്ടോ? എന്താണ് നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറിയത്? എന്താ നിനക്ക് രോനോടും യൂൻഹോടും ചെയ്തതിനൊക്കെ കുറ്റബോധം തോന്നുന്നുണ്ടോ? പറയുന്നു, ഈ ഒരു ന്യൂസിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. സ്യോജി ചോദിക്കുന്നു, ഇപ്പോഴും നിനക്ക് അവളുടെ ചിന്ത മാത്രമേ ഉള്ളല്ലോ. എന്താ യൂൻഹയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നിനക്ക് നല്ല വിഷമം തോന്നുന്നുണ്ടോ? എന്തായാലും കഷ്ടം തന്നെ. ഇനി ഒരിക്കലും അവളെ നിനക്ക് കാണാൻ സാധിക്കില്ലല്ലോ. ഇത് കേട്ട് ഹായാകെ ഞെട്ടി നിൽക്കാണ്. കാരണം യൂൻഹെ മിസ്സിംഗ് ആണ്. അവളുടെ ബോഡിയോ അല്ലെങ്കിൽ അവൾക്ക് എന്താ പറ്റിയെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് സ്യോജിൻ ഇങ്ങനെ പറഞ്ഞതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൻ നേരെ തൻ്റെ അപ്പാർട്ട്മെന്റിൽ എത്താണ് കേട്ടോ. അവിടെ ഒരു ബുക്കിനുള്ളിൽ യൂൻഹയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയിൽ നോക്കി അവൾക്ക് ഒരു ആപത്തും വരരുതേ എന്നവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ആ ഒരു ന്യൂസ് അവൻ കാണുന്നത്. ആ ഒരു നദിയിൽ നിന്നും കാറുകൾ കടന്നുന്ന 500 മീറ്റർ അകലെ നിന്ന് യൂൻഹയുടെ ബോഡി തിരച്ചിൽ സംഘം കണ്ടുപിടിച്ചു. ഇത് കണ്ട് അവനാകെ ഷോക്കായിട്ട് നിൽക്കാണ്. ഇവിടെ നമ്മുടെ രോനയും അതുപോലെ ഹൂനും ഇപ്പൊ ആ ഒരു മോർച്ചറിയിലാണ്. യൂൻഹയുടെ ആ ഒരു ബോഡി കണ്ട് രോന ആകെ അലറി വിളിക്കാണ്. ഈ ഒരു സമയം സൂര്യോനും അങ്ങോട്ട് എത്തുകയാണ്. അവള് സ്വന്തം അനിയത്തെ പോലെയായിരുന്നല്ലോ യൂൻഹയെ കണ്ടേ. അവളുടെ മരണം ഒരിക്കലും സൂര്യോന് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. ഇവിടെ മറ്റൊരിടത്താണെങ്കിൽ ഡാൻറ്റയുടെ സെക്രട്ടറി ചില കാര്യങ്ങൾ ഇവരോട് പറയാണ്. യൂൻഹയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡാൻറ്റ പറയുന്നു, അതിനെന്താ, എന്തായാലും ആ ഒരു വെള്ളത്തിൽ കിടന്ന ബോഡിയിൽ നിന്ന് എനിക്കെതിരായി ഒരു തെളിവും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു ടൈമില് ആകെ ദേഷ്യത്തോടെ ലീ അങ്ങോട്ട് കയറി വരാണ്. ഡാൻറ്റയുടെ കോളർ കയറി പിടിക്കാണ്. എടാ നീയല്ലേ എന്നെ ചതിച്ചത്, നീ എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്? ഡാൻറ്റ ചോദിക്കുന്നു, അല്ല നീ എന്താ പറയുന്നത്, നിനക്ക് ഭ്രാന്തായോ? എടാ നീയല്ലേടാ ആ ഒരു ഷോങ്ങ ആർട്സ് സെന്ററിന്റെ ഷെയറുകൾ എനിക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് സ്യോജിനെ അറിയിച്ചത്. ഇന്നത്തെ ദിവസം ഞാൻ അവളെ കണ്ടിട്ട് പോലും ഇല്ല. ഓ, അപ്പൊ നീയല്ലേ ആ സ്യോജിനാണെങ്കിൽ യൂൻഹയുടെ 20% ഷെയർ വാങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ അവളുടെ കയ്യിൽ 35% ഷെയർ ഉണ്ട്. ഉറപ്പായും ഷോങ്ങ ആർട്സിന്റെ ഡയറക്ടർ അവളാവും എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ കിടന്ന് കരയാണ് കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഡാൻറ്റയ്ക്ക് നല്ല സംശയം തോന്നി. എന്ത്, യൂൻഹയുടെ ഷെയറുകള് സ്യോജിൻ വാങ്ങിച്ചെന്നോ? യൂൻഹെ മരിച്ചു എന്നുള്ള കാര്യം എങ്ങനെ സ്യോജിൻ അറിഞ്ഞു? ഇതേ സമയം നമ്മുടെ സ്യോജിന്റെ അടുത്ത് അവളുടെ സെക്രട്ടറി വരുന്നത്, മാം ആ ഒരു ഷെയറുകൾ നമ്മൾ വാങ്ങി, എന്തായാലും കൺഗ്രാജുലേഷൻ മാം ആണല്ലോ ഇനി ആ ഒരു ഷോങ്ങ ആർട്സിന്റെ പുതിയ ഡയറക്ടർ. സ്യോജി പറയുന്നു, നീ വളരെ പതുക്കെ പറ, മറ്റാരും കേൾക്കണ്ട. അതുപോലെ തന്നെ
നമുക്കിപ്പോൾ ആവശ്യം സിമ്പതിയാണ്. ജനങ്ങളുടെ സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എൻബിയോളിന് ഷോങ്ങ തിയോൾ യൂണിവേഴ്സിറ്റിയിലുള്ള അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. സെക്രട്ടറി ചോദിക്കുന്നുണ്ട് യോൻഹയുടെ ഫ്യൂണലിന് ഇവള് പോകുന്നില്ലയോ എന്ന്. അപ്പോൾ പറയുന്നത് ഞാൻ എന്തിനു പോകണം, ഞാൻ ഇരയുടെ അമ്മയല്ലേ, അപ്പൊ ഞാൻ അവളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അതെ, ഇവിടെ ആണെങ്കിൽ യോൻഹയുടെ മരണാന്തര ചടങ്ങുകളൊക്കെ നടക്കാണ്. ഒരുപാട് ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. റോന ആകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ്. മിസ്സസ് ക്യാങ് ജേനിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവളെ കെട്ടിപ്പിടിച്ച് ഇവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പം നമ്മുടെ ലീയുടെ വൈഫും മിൻഹയ്ക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവരും കുറച്ച് സങ്കടമൊക്കെ അഭിനയിച്ച് പുറത്തോട്ട് പോവാണ്. ഇവിടെ ലീയുടെ വൈഫാണെങ്കിൽ മിസ്സിസ് ക്യാങ്ങിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. എന്തായാലും യോൻഹെ മരിച്ചില്ലേ, ഇനിയിപ്പം അവള് നടത്തിയിരുന്ന ആ ഒരു കട ആരായിരിക്കും ഏറ്റെടുക്കുന്നത്, എന്താ നിങ്ങൾക്കത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്സിസ് ക്യാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥയിലും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മിസ്സിസ് ക്യാങ്ങും അതുപോലെ ജേനിയും കൂടി റോന അടുത്തേക്ക് പോവാണ്. ഇത് കേട്ട് മിൻഹയ്ക്കും ഈ ഒരു അവൻ്റെ അമ്മയോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. നമ്മുടെ സൂര്യോനും അതുപോലെ ഹൂനും ഒക്കെ ആ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അവരാകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് റിപ്പോർട്ടേഴ്സ് എല്ലാം അങ്ങോട്ട് ഓടി പാഞ്ഞ് വരുന്നത്. ഇവരൊക്കെ ഓരോരോ ചോദ്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഈ ഒരു സ്ത്രീയുടെ മകളല്ലേ, നിങ്ങളുടെ അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മിൻസിയോൾ എന്നൊരു പെൺകുട്ടിയെ കൊന്നിരുന്നില്ലേ, ഇപ്പോൾ ഇതാ മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നൊക്കെ റോനയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഹൂനാണെങ്കിൽ വന്ന് റോനെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. സൂര്യോൻ പറയുന്നു നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഈ ഒരു അവസ്ഥയിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ളൂ. അപ്പം ഉടനെ റിപ്പോർട്ടേഴ്സ് എല്ലാം സൂര്യന്റെ നേരെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മിൻസിയോളുടെ അമ്മ നിങ്ങളല്ലേ, ഇതിനു വേണ്ടിയാണ് നിങ്ങൾ യൂൻഹയെ സപ്പോർട്ട് ചെയ്യുന്നത്. സൂര്യനാണെങ്കിൽ ഹൂനോട് പറയുന്നുണ്ട് റോനെ വേഗം തന്നെ അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം അവിടെ റിപ്പോർട്ടറിന്റെ കൈ തട്ടിയിട്ട് നമ്മുടെ റോന അവിടെ താഴെ വീടാണ്. ഇത് കണ്ടോണ്ടാണ് മിസ്സിസ് ക്യാങ് അകത്തോട്ട് വരുന്നത്. മിസ്സിസ് ക്യാങ് ചേരി എല്ലാം ചേർന്ന് ആ റിപ്പോർട്ടേഴ്സിനെ അടിച്ച് കൂട്ടാണ് കേട്ടോ. അതുപോലെ ലീയുടെ വൈഫ് മിൻഹയ്ക്ക് എല്ലാം വന്ന് ഈ റിപ്പോർട്ടേഴ്സിനെ എല്ലാം പിടിച്ചു വെച്ച് പുറത്തിടുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഡാൻറ്റി ആകെ സന്തോഷത്തോടെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇത് കണ്ട് മിസ്റ്റർ ബേക്ക് ചോദിക്കുന്നു അല്ല ഇന്ന് നീ ഭയങ്കര സന്തോഷവാനാണല്ലോ, എന്താ യൂൻഹയുടെ മരണ വാർത്ത അറിഞ്ഞിട്ടാണോ? ഡാൻ ചോദിക്കുന്നു നീനേം പോയില്ലേ, നിനക്ക് വേണ്ടി ആ ഒരു ലക്ഷറിയസ് ഹോട്ടലില് ഞാൻ റൂമൊക്കെ ബുക്ക് ചെയ്താലോ, എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മിസ്റ്റർ ബേക്ക് പറയുന്നു നിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഷോങ്ങ ഗ്രൂപ്പിന്റെ 50% എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. ഡാൻ ചോദിക്കുന്നു എടാ ഒരു വിലപേശൽ നടത്തുമ്പം അതിന് തികച്ചും എന്തെങ്കിലും ഒരു നല്ല കാരണം വേണമല്ലോ, ഞാൻ എന്തിനു വേണ്ടി നിനക്ക് ആ ഒരു സ്ഥലം തരണം? മിസ്റ്റർ ബേക്ക് പറയുന്നു എന്താ നിനക്കെതിരെ ഞാനൊരു കേസിന് പോയാ ഉറപ്പായും ആരാ കുടുങ്ങിയതെന്ന് നിനക്ക് നല്ല വ്യക്തമായി തന്നെ അറിയാലോ. പിന്നെ നിനക്ക് ബേഗ് ജുൻകി എന്ന കൊലയാളിയായി ജയിലില് നിന്റെ ജീവിതം കഴിക്കാം. ഇതുകൊണ്ട് ഡാൻറ്റി ആകെ ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ്. ഇവന് ആരോ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ മിസ്റ്റർ ബേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഡാൻറ്റി നേരെ ഇപ്പൊ ഡോങ്പിലോ ആയിട്ട് ഒരു ബാറിലിരിക്കുകയാണ്. അവന്റെ ചെവിയിൽ എന്തോ ഒരു കാര്യം പറയാണ്. ഇത് കേട്ട് ഡോങ്പിൽ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പൊ ഡാൻറ്റി ചോദിക്കുന്നത് എന്താ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് നീ എനിക്ക് വാക്ക് തന്നല്ലേ, എന്താ ഇപ്പൊ കാല് മാറുവാണോ? ഡോങ്പിൽ അതിന് സമ്മതിക്കുകയാണ്. അതെ നീ ആ ഒരു മിസ്റ്റർ ബേക്കിനെ എന്നേക്കുമായി ഇല്ലാതാക്കണം. അപ്പൊ ഇതെല്ലാം നമ്മുടെ മിസ്റ്റർ ബേക്ക് ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ സൂര്യോൻ ആ ഒരു ഫ്യൂണൽ നടക്കുന്ന സ്ഥലത്താണല്ലോ. അവളിപ്പം യൂൻഹയെ പറ്റി ആലോചിക്കുകയാണ്. യൂൻഹ അവളോട് പറഞ്ഞായിരുന്നല്ലോ എന്തോ ഒരു കാര്യം ഇവളോട് പറയാനുണ്ടെന്ന്. അതിനെപ്പറ്റിയൊക്കെ ഇവളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് ഹൂന് അവളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ സൂര്യൻ പല ടൈമില് കെങ്ങിന്റെ ഫോണിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഇവൾ എടുക്കുന്നുമില്ല. അപ്പൊ അതിൽ ഇവർക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഹൂൻ പറയുന്നുണ്ട് ചുമ്മാ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു മരണത്തെ പറ്റി അവൾ അറിഞ്ഞല്ലോ, എന്നിട്ടും അവൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇവിടെ നമ്മുടെ ഹായ് ആണെങ്കിൽ യൂൻഹയുടെ ആ ഒരു ഫ്യൂണൽ നടക്കുന്ന ചടങ്ങിലേക്ക് വന്നേക്കാണ്. അവൻ ആകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ റോനോട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും അവള് ഇതിനൊന്നും തയ്യാറാവുന്നില്ല. കാരണം അത്രയ്ക്ക് ക്രൂരതയാണല്ലോ ഹായ് റോനോട് ചെയ്തത്. എൻ്റെ അമ്മ നിങ്ങളോട് ഒരിക്കലും ക്ഷമിച്ചിട്ടില്ല, എനിക്കും നിങ്ങളോട് ക്ഷമിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ നിങ്ങളോട് പോർത്താലും എൻ്റെ അമ്മ എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചു, പക്ഷെ നിങ്ങൾ അവരോട് ചെയ്തതോ ഒരിക്കലും ഞാൻ നിങ്ങളോട് ക്ഷമ തരാൻ പോകുന്നില്ല എന്ന് റോന പറയാണ്. ഇത് കേട്ട് അവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. റോന തിരികെ തൻ്റെ വീട്ടിലെത്തിയേക്കാണ്. ഇപ്പൊ അവള് ആകെ ആ ഒരു വീട്ടില് ഒറ്റപ്പെട്ട് പോയിരിക്കുകയാണ്.
ഇതേ സമയം തന്നെ നമ്മുടെ സൂര്യനും ഹൂനും ഒക്കെ വീട്ടിൽ തിരിച്ചെത്തുമ്പം അവിടെ കെങ്ങിരിപ്പുണ്ട് കേട്ടോ. കെങ്ങാണെങ്കിൽ ഒരു ചിരിയോടെ അങ്ങോട്ടേക്ക് നടന്നു വരുവാണ്. സൂര്യൻ ചോദിക്കുന്നത്, എത്ര വട്ടം ഞാൻ നിങ്ങളെ ഫോണിൽ വിളിച്ചു, നീ എന്താ എടുക്കാനേ? കെങ് പറയുന്നു, അതിന് നിങ്ങൾക്കൊന്നും എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലല്ലോ. എന്താ ഞാനൊരു മരിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ എന്നോട് സ്നേഹം വരത്തോളൂ? ഹൂൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ ആ ഒരു മരണത്തിന് വരാനേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ എന്തിനു വരണം, എനിക്കതിന്റെ ആവശ്യമില്ല. പിന്നെ അമ്മ ഒരുപാടങ്ങ് സങ്കടം അഭിനയിക്കണ്ട കേട്ടോ. ശരിക്കും ആ ഒരു യൂൻഹയുടെ മരണത്തിൽ നിങ്ങളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ. കാരണം നിങ്ങളുടെ മകളുടെ മരണത്തിന് കാരണക്കാരിയായ ആളിപ്പം മരിച്ചിരിക്കുകയല്ലേ. ശരിക്കും നിങ്ങൾക്ക് സന്തോഷമല്ലേ? ഇത് കേട്ട് സുനാഗ ദേഷ്യം വിടാണ്. ഇവളുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കാണ്. നീ എന്റെ മകളല്ല, ഇനി നീ ഡാൻസിയുടെ കൂടെയോ ആരുടെ കൂടെയോ എന്തൊക്കെ ചെയ്താലും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ നീ ഒരു വീട്ടിൽ നിന്ന് പോയിക്കോളൂ. കെങ് പറയുന്നു, ഓക്കെ ഞാൻ പോയിക്കോളാം, അല്ലേലും നിങ്ങൾ ഒരിക്കലും എന്നെ മകളായി കണ്ടിട്ടില്ലല്ലോ. എന്തായാലും അച്ഛൻ നിങ്ങളെപ്പോലെ എന്നെ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കെങ് ആണെങ്കിൽ അവളുടെ ബാഗൊക്കെ എടുത്ത് അവിടുന്ന് പോവാണ്. ഹൂൻ പറയുന്നുണ്ട്, അമ്മയോട് നീ ക്ഷമ ചോദിച്ചാൽ മാത്രമേ നിനക്ക് ഇങ്ങോട്ടൊക്കെ തിരികെ വരാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമ്മുടെ സൂര്യനാണെങ്കിൽ ആകെ ഇമോഷണൽ ആയിട്ട് ഇരിക്കുകയാണ്. അവള് യൂൻഹെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് യൂൻഹെ അവൾക്ക് കൊടുത്ത ആ ഒരു ബുക്കിനെ പറ്റി ഇവള് ഓർമ്മിക്കുന്നത്. ആ ഒരു ബുക്കിന്റെ അടുത്തേക്ക് ഇവള് നടന്നു പോവുകയാണ്. ഇതിങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്ന ടൈമിലാണ് അങ്ങോട്ടേക്ക് ഇവളെ കാണാനായിട്ട് മിസ്റ്റർ ബേക്ക് വരുന്നത്. അങ്ങനെ അവള് അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജൂഡ് ആൻറ്റി ഇവനാന്ന് ഇവന് തെളിയിക്കണമല്ലോ. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവരമ്മിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ കൂടെ വക്കീലിനെ കാണാനായിട്ട് ചെല്ലാൻ വേണ്ടി ഇവൻ സൂര്യനോട് പറയുന്നുണ്ട്, ഇവനാണ് ജോ ഡാൻറ്റെ എന്ന ഐഡന്റിറ്റി ഇവന് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പൊ ഇവനിങ്ങനെ ഒരു കോഫി കുടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു പർപ്പിൾ കളറുള്ള കോഫി ആയിട്ട് ഇവർ കുടിക്കുന്നത്. ഇവൻ പറയുന്നുണ്ട്, ഈ ഒരു പർപ്പിൾ കളർ പോലെ തന്നെ നിങ്ങളും ഒരുപാട് മിസ്റ്റീരിയസ് ആണ്. ഒരുപക്ഷെ അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, എന്റെ അച്ഛനമ്മമാരെ എനിക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കിടയിലുള്ള ബന്ധം ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നല്ലോ അല്ലേ? പെട്ടെന്ന് സൂര്യോന്റെ മുഖം മങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഇവന് വല്ലാതെ വിഷമായി. ഇവൻ പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഞാനിപ്പം കൈ കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവൻ അവിടുന്ന് പോവാണ്. ഇവൻ നേരെ പോയത് സൂര്യോന്റെ മുറിയിലേക്കായിരുന്നു. എന്തിനോ വേണ്ടി ഇവൻ തപ്പുകയാണ്. പെട്ടെന്ന് നമ്മളെ ആ ഒരു പാസ്റ്റ് കാണിക്കുകയാണ്. അന്ന് ലോഗനും അവന്റെ ആ ഒരു ബ്രദറും തമ്മിൽ സംസാരിച്ചു നിൽക്കുന്ന ടൈമില് ഈ ഒരു മിസ്റ്റർ ബേക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു $10 ബില്യൺ ലോഗൻ കൊറിയയിലേക്ക് കൊണ്ടുവരുന്നതും അത് സൂര്യോനാണ് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഇവൻ വിശ്വസിച്ചത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇവനിപ്പം അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു ടേബിളിലുണ്ടായിരുന്ന യൂൻഹെ കൊടുത്ത ബുക്ക് ഇവൻ കാണുകയാണ്. ആ ഒരു ബുക്ക് ഇവൻ തുറന്ന് നോക്കുന്ന ടൈമിലാണ് അതില് ഒരു ചെക്കിരിപ്പുണ്ട്. അതെ, യൂൻഹെ ആ ഒരു പണമെല്ലാം ചെക്കിലേക്ക് മാറ്റാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ചെക്കാണിത്. ഇവൻ ഇതെങ്ങനെ എടുക്കുന്ന ടൈമിലാണ് സൂര്യൻ അങ്ങോട്ട് വരുന്ന ശബ്ദം ഇവൻ കേൾക്കുന്ന. തിരികെ അതവിടെ വെച്ചിട്ട് അവൻ പോവുകയാണ്. ഇവിടെ നമ്മുടെ ഹായാണെങ്കിൽ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. അവൻ ആകെ തകർന്നിരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആ ഒരു കോള് കണ്ടപ്പോഴേ അവന്റെ മുഖം വാടുകയാണ്. അവനടുത്ത് സംസാരിക്കണം, അല്ല ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തല്ലോ. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള വ്യക്തി പറയുന്നു, ഡാൻറ്റിക്ക് നീ തികച്ചും വിശ്വസനായി കഴിഞ്ഞല്ലോ അല്ലേ? അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പറയുന്നത്, അതെ ഇപ്പൊ ഞാൻ അവന് മുമ്പിൽ ഒരു കാവൽ നായയെ പോലെയാണ്. അപ്പൊ ഈ ഒരു മിസ്റ്റീരിയസ് വ്യക്തിയാണ് ഇവനെ ആ ഒരു ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നത്. ഇവനായിട്ട് ഒരു രണ്ടാമത്തെ മിഷൻ ഇവർ കൊടുക്കാണ്. അവളടിച്ച അഡ്രസ്സിലേക്ക് വേഗം തന്നെ ഹായെ അവള് വിളിക്കുകയാണ്. അങ്ങനെ ഹായാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്. ആ ഒരു മുറിയിലേക്ക് കയറുമ്പം ഒരു മെഡിക്കൽ റൂമിന്റെ അന്തരീക്ഷമാണ്. ആ ഒരു കർട്ടൻ മാറ്റി നോക്കുമ്പം അവിടെ ഉണ്ടായിരുന്ന ആളെ കണ്ട് ഇവൻ ഞെട്ടി നിൽക്കാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ലിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ മിൻഹേക്കിന് സിയോൾ യൂണിവേഴ്സിറ്റിയായിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടോ. ഇവരുടെ സ്കൂളിൽ ഇവന് മാത്രമേ കിട്ടിയോളൂ എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൻഹേക്ക് ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ് റോയിലായിരുന്നു. പക്ഷെ അവന് മാത്രമേ സിയോൾ യൂണിവേഴ്സിറ്റിയോട്ട് അഡ്മിഷൻ കിട്ടിയോളല്ലോ എന്നൊക്കെ പറഞ്ഞല്ലേ ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ മിൻഹേക്ക് പറയുന്നു, ഞാൻ മാത്രമല്ല ഒരാൾക്കും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. എൻബ്യോളിന്റെ സ്യോജനാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് സിയോൾ യൂണിവേഴ്സിറ്റിയോട് അഡ്മിഷൻ എടുത്തു കേട്ടോ. ഇത് കേട്ട് ലീഡയൊക്കെ മുഖം വാടുകയാണ്. ശരിക്കും ഡാൻറ്റേക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ആ ഒരു സ്യോജനയാണ്.
ഇപ്പോൾ അവള് ഷോങ്ങ ആർട്സ് സെന്റർ ഡയറക്ടറാണ്. മാത്രമല്ല അവളുടെ ജന്മശത്രുവും ഇപ്പൊ മരിച്ചു കഴിഞ്ഞല്ലോ എന്നൊക്കെ ലീയുടെ വൈഫും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്യോജിനിപ്പോ ആകെ സന്തോഷവതിയാണ്. ആ ഒരു ഷോങ്ങ ആർട്സ് സെന്ററിന്റെ ഇനാഗുറേഷന് വേണ്ടി പാടുന്ന പാട്ടിന്റെ റിഹേഴ്സൽ നടക്കുകയാണ്. അവൾ വളരെ സന്തോഷത്തോടെ ആ ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് പാടി നിർത്തിയ ടൈമില് മറ്റൊരു കാര്യം ഇവളുടെ മനസ്സിലേക്ക് വരികയാണ്. അന്ന് ആ ഒരു ദിവസം രാത്രി യൂൻഹി ആണെങ്കിൽ ആ ഒരു കാറിനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കാണ്. സ്യോജിൻ ഓടി ആ ഒരു കാറിന്റെ അടുത്തേക്ക് വരികയാണ്. സ്യോജിൻ യൂൻഹെ എന്താ പറ്റിയത്? അപ്പൊ യൂൻഹെ പറഞ്ഞു കാറിനകത്ത് എൻബിയോൾ എടുക്കണം. അപ്പൊ വേഗം തന്നെ സ്യോജിൻ എൻബിയോളിനെ അതിനകത്ത് നെടുക്കാണ്. തിരിച്ച് യൂൻഹയെ സഹായിക്കാനായി പോവാൻ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് ഇവളുടെ മനസ്സിലേക്ക് തിന്മ വരുന്നത്. അതെ, യൂൻഹയോടുള്ള ആ ഒരു പക ആ ടൈമിൽ സ്യോജിന്റെ മനസ്സിലേക്ക് വരികയാണ്. പഴയ കാര്യങ്ങളെല്ലാം ഇവളുടെ മനസ്സിലേക്ക് വരികയാണ്. തന്റെ ജന്മശത്രു അന്ന് ആ ഒരു ദിവസം ആ ഒരു ട്രോഫി ഉപയോഗിച്ച് യൂൻഹയുടെ കഴുത്ത് വെട്ടിയതും, അതുപോലെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അവന് ഏറ്റവും ഇഷ്ടം യൂൻഹ ആയിരുന്നെന്നും ആ ഒരു കാര്യങ്ങളെല്ലാം ഇവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവള് പതിയെ ആ ഒരു കാറിനടുത്തേക്ക് വരികയാണ്. നമ്മുടെ യൂൻഹയുടെ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു കാറ് ഇങ്ങനെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാലിൽ നിന്നൊക്കെ ചോര ഒഴുകുന്നുണ്ട് കേട്ടോ. സ്യോജിൻ വേഗം തന്നെ വന്ന് ആ ഒരു കാർ അങ്ങോട്ട് തള്ളാണ്. അതെ, ആ ഒരു കാറും യൂൻഹയും ആ ഒരു നദിയിലേക്ക് വീഴാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം സ്യോജിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൾ ആകെ സന്തോഷവതിയാവുകയാണ്. അതെ, തന്റെ ജന്മശത്രു ഇല്ലാതായിരിക്കുന്നു, താൻ വിജയിച്ചിരിക്കുന്നു, ഇനി തന്നെക്കാൾ കഴിവുള്ള ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സന്തോഷിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഗായ്സ്, ആ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത പാട്ട് കാണാം അല്ലേ? സ്റ്റേ ട്യൂൺ.